എടാ സാധനം കിട്ടുമോ? നീ ഫോണിൽ കളിക്കാതെ അവനെ വിളിച്ചോക്കിയേ. ബേജാറാവില്ല നീ. അജിപ്പം പോയി കഴിഞ്ഞാൽ സാധനം കിട്ടാതിരിക്കുവോ? നീ എന്താ പറഞ്ഞത്? നാളെ 1-ാം തീയതിയാണ്. നാളെ തുടങ്ങി EMI മൊത്തം. ഇന്ന് എന്തേലും കള്ളു കുടിച്ചിട്ട് പണ്ടരായി കടന്നുറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എടാ എൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. ബജാജ്, മണിവ്യൂ, സ്റ്റാർട്ട് പിന്നെ ഒരുപാടുണ്ട്. സാധനം വരും, വെയിറ്റ് ചെയ്യാന്ന്. ഇപ്പൊ സമയം 8:45. ഇപ്പൊ മംഗലാംകുന്ന് എത്തിയിട്ടുണ്ടാവും. 8:50 ആകുമ്പോഴേക്കും ചാത്തൻകുന്ന് ഇറക്കാൻ കഴിയും. പിന്നെ 2 മിനിറ്റ് ബിവറേജ് എത്തി. അജിപ്പാൻ വിളിക്കുന്നുണ്ട്. സെറ്റിങ്സ് എന്താ വേണ്ടി വയ്ക്കാൻ വേണ്ടിട്ടാവും. ഹലോ, എന്താ പ്രശ്നമുണ്ട്. പ്രശ്നമാണോ? എന്ത് പ്രശ്നം? പ്രശ്നം എന്താ പറഞ്ഞോ? ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്ന. അടുത്ത അച്ചോട്ടുണ്ടോ? ആ ജോടുണ്ട്. മൂപ്പേ അറിയിക്കണ്ട. ടെൻഷൻ എടുത്തിയ കാര്യം എന്താ പറയണ അറി. വണ്ടർ പെട്രോൾ തീർന്നു. എടാ അവനൊരു തലയിട്ട് സോഡ പിടിക്കാൻ പറ, എന്നിട്ട് പെട്ടെന്ന് വരാൻ പറ. അല്ലടാ അപ്പോ സാധനം മേടിച്ചിട്ടില്ലേ? ഇല്ല, അതിനു മുമ്പേ പെട്രോൾ തീർന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. സാധനം കിട്ടിയിട്ടില്ല. ഒന്നില്ലെങ്കിൽ നേരം വിളിക്കാതിരിക്കണം, അല്ലെങ്കിൽ എല്ലാം ഒന്നും മറന്നു കിട്ടണേക്ക്. എടാ മറവിയുടെ കാര്യം പറഞ്ഞപ്പോഴാ മനുവിന്റെ കാര്യം. നമ്മളൊന്ന് പോവാന്ന് പറഞ്ഞല്ലേ. ഇനിയിപ്പോ ഈ സമയത്തോ? എടാ എന്തായാലും ഒന്ന് പോവാ നല്ലത്. ഇന്നിപ്പോ അവനെ കൂട്ടിയിട്ടുണ്ടോന്ന് ഞാൻ കേട്ട്. അമ്മാ 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 അച്ഛാ, വാതിൽ തുറക്കാരെങ്കിലും. മനു, അമ്മ ഒരു പണിയെടുക്കല്ലേ? അച്ഛനാണെങ്കിൽ വന്നിട്ടുമില്ല. അമ്മ ഇപ്പൊ വരാട്ടോ. അമ്മ, നിങ്ങളുടെ അടുത്തിരിക്കല്ല വേണ്ടത്. എനിക്ക് ഈ പുറന്ന് കാണണം. എന്നെ മുറ്റകിലത് കാണിക്കോ? എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നത് വേണേ നിങ്ങൾ ചങ്ങല കിട്ടോ. എന്നാലും ആ മുറ്റത് കാണിക്കോ? അവന് ഇത്രയ്ക്ക് പ്രശ്നമുണ്ടോ? എടാ ഈ ചെറുപ്രായത്തിലൊക്കെ വരുമോ? ഇപ്പൊ ഡോക്ടർമാർ പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ അവനൊന്ന് വിളിച്ചോക്ക്. അതൊന്ന് വിളിക്കട്ടെ. മനു, ഞങ്ങളുണ്ട്, വരട്ടെ? രോഗിയെ കാണാനുള്ള വരവായിരിക്കും. എന്താ നിനക്കൊന്നുമില്ല. അത് ഞാൻ എന്നെ തന്നെ ബോധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് ഓർമ്മകളെല്ലാം നശിക്കട്ടെ എന്ന് ഞാൻ തന്നെ ആഗ്രഹിച്ചിരുന്ന സമയമുണ്ട്. നീ ഒന്ന് മിണ്ടാണ്ടിരിക്കും. ഞങ്ങളോട് വരാം. ഒരു രോഗിയായി എന്നെ കാണാൻ നിങ്ങൾ വരണ്ട. എനിക്ക് ബോധിപ്പിക്കാനുണ്ട് എൻ്റെ നാട്ടുകാരെയും വീട്ടുകാരെയും ഞാനൊരു രോഗിയല്ല. ഞാൻ ഇപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടെ അയക്കാം. അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് മറവിയുണ്ടോ, മറ്റേതുണ്ടോ, മറിച്ചുണ്ടോ എന്നൊക്കെ. ശരി, എന്നാ അയക്ക്. എന്താ പറഞ്ഞേ? അവൻ കുറച്ച് ഫോട്ടോസ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ അച്ഛൻ രാമചന്ദ്രൻ. ഇതെൻ്റെ അമ്മ സത്യവതി. ഇതെന്റെ അമ്മ സത്യവതി. ഇതെന്റെ അനിയൻ വിനു. ഇതെന്റെ ഫ്രണ്ട് ശ്വേത. ആടാ പിന്നെ 2-3 ഫോട്ടോ കൂടി വന്നിട്ടുണ്ട്. അത് വാട്സപ്പിൽ നിന്ന് ഗാലറിയിൽ നിന്ന് അറിയാതെ എന്താ ഒന്നാണ്. അത് എനിക്കറിയില്ല, ഇത് നോക്കിയോക്ക്. ഇല്ലടാ, ഇതിക്കും അറിയില്ല. ഇത് നിനക്കറിയോ? അറിയില്ലല്ലോ. ഇതും അറിയില്ലടാ. ഇതോ?
എന്തായാലും നിനക്കിത് അറിയില്ലല്ലോ. എന്താ അറിയില്ലടാ. അമ്മ അമ്മ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പ്രശ്നമില്ലാന്ന്. ഞാൻ ഇപ്പൊ കുറച്ച് ഫോട്ടോസ് എന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. അതില് 1-2 ഫോട്ടോസ് ഒഴികെ ബാക്കി എല്ലാ ഫോട്ടോസും എനിക്കറിയാം. അതിലെനിക്ക് അറിയാത്ത ഫോട്ടോസ് അവനും അറിയില്ല. ആർക്കാ അയച്ചു കൊടുത്തേ? അത് അജുവിനാ അമ്മ അയച്ചു കൊടുത്ത്. അജുവിനാ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളെ ആരും മറക്കാൻ പറ്റില്ല. അച്ഛനെ, അമ്മേനെ, അനിയനെ, അനിയത്തീനെ, അജുവിനെ ആരെയും മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റില്ല.